നമസ്കാരം. പുതിയൊരു തൊടുകുറി അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ തൊടുകുറിയിലൂടെ പരാമർശിക്കാനായി പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളതും ഇനി സംഭവിക്കുന്നതും ആയ ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ പ്രധാനമായും അറിയേണ്ടതായ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ അധ്യായത്തിലൂടെ ഇനി പരാമർശിക്കാനായി പോകുന്നത്. ഇവിടെ തീർച്ചയായും നിങ്ങൾക്ക് ചില കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. ഇവിടെ തന്നിരിക്കുന്നത് രണ്ട് വിശേഷപ്പെട്ടതായ പക്ഷികളാണ്. തത്തയുടെ രണ്ട് വ്യത്യസ്തമായ ചിത്രങ്ങൾ തന്നെയാണ്. അതിൽ ആദ്യത്തേതായ ചിത്രം മഞ്ഞ നിറത്തിലുള്ള തത്തയാണ് എങ്കിൽ രണ്ടാമത്തേതായ തത്ത പച്ച നിറത്തിലുള്ള തത്തയാണ്. ഈ തത്തകളിൽ അല്ലെങ്കിൽ ഈ പക്ഷികളിൽ ഒരു പക്ഷിയെ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോഴും ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. ഭാഗ്യം നിങ്ങൾക്ക് കൊണ്ടുവരുന്നത് എപ്രകാരമായിരിക്കും എന്ന് മനസ്സിലാക്കാം, അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് ഭാഗ്യം വന്നു ചേരുമോ എന്നറിയാം. ഒരു നിമിഷം നിങ്ങൾ കണ്ണുകൾ അടച്ച് നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയെ ഒരു നിമിഷം പ്രാർത്ഥിക്കേണ്ടതാണ്. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ അല്ലെങ്കിൽ തൊടുകുറിയുടെ ഭാഗമാവുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളതായ കാര്യങ്ങളെക്കുറിച്ച് പ്രാർത്ഥിച്ച് അതിൽ വിഷമകരമായ കാര്യങ്ങൾ ഒഴിവാക്കണം എന്നും സന്തോഷകരമായ നിമിഷങ്ങൾ ആവർത്തിക്കണം എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നിമിഷം കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഇതിലൊരു ചിത്രം തിരഞ്ഞെടുക്കുക. ആദ്യം കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കണം. ഏവരും കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചു എന്ന് കരുതുന്നു. ഇനി പതുക്കെ കണ്ണുകൾ തുറന്ന് നിങ്ങൾ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. കണ്ണുകൾ തുറക്കുമ്പോൾ ഏത് ചിത്രമാണോ നിങ്ങൾ കണ്ടിട്ടുള്ളത് ആ തത്തയുടെ ചിത്രം തന്നെ തിരഞ്ഞെടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണ് പെട്ടെന്ന് ഏത് ചിത്രത്തിലാണോ അട്രാക്റ്റ് ആയിട്ടുള്ളത് ആ ചിത്രം തന്നെ തിരഞ്ഞെടുക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഏവരും ഒരു ചിത്രം അഥവാ ഒരു പക്ഷിയെ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയുടെ നാമം തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തി വന്ദിക്കൂ. ആദ്യത്തെ ചിത്രമായ മഞ്ഞ നിറത്തിലുള്ള തത്തയെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് എങ്കിൽ ആ തത്തയുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. നിങ്ങൾ ധാരാളമായ പ്രശ്നങ്ങൾ, അത് ഒരു പ്രശ്നം തന്നെയാകണമെന്നില്ല എന്നതാണ് വാസ്തവം. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, വിഷമതകൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാണ് കാണുവാനായി സാധിക്കുന്നത്. അത് ചില കാര്യങ്ങളിൽ ശ്രദ്ധ എത്താത്തതിനാലോ അല്ലെങ്കിൽ അബദ്ധവശാലോ ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നതായ സാഹചര്യങ്ങൾ ഉണ്ട്. അതിൽ ഏറ്റവും വിഷമകരമായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ധനപരമായ പ്രയാസങ്ങളാണ്. ധനപരമായ വിഷമതകൾ നിങ്ങൾ ധാരാളമായി അനുഭവിക്കുന്ന വ്യക്തികളായി തന്നെയാണ് ഇവിടെ കാണുവാനായി സാധിക്കുന്നത്. ധാരാളം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ധനപരമായ പ്രയാസങ്ങളാൽ പല കാര്യങ്ങളും മാറ്റിവച്ചിരിക്കുന്നതായ സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം തീർന്ന് ഒന്ന് സ്വസ്ഥമായാൽ മതി എന്ന് പോലും തോന്നുന്ന ഒരു സാഹചര്യമുണ്ട്. അത്രമേൽ മടുപ്പാണ് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾ അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നത് എന്നതാണ് വാസ്തവം. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, ജീവിതത്തിൽ സുഖവും ദുഃഖങ്ങളും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാവുക. അത്തരത്തിൽ നിങ്ങൾക്ക് വിഷമകരമായ സാഹചര്യങ്ങളുണ്ട് എങ്കിൽ ആ കാര്യങ്ങൾ മറികടക്കുവാനുള്ള വഴികൾ ജീവിതത്തിൽ വന്നു ചേരാം.
നിങ്ങൾക്ക് പ്രചോദനം നൽകുവാൻ സാധിക്കുന്നതായ പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പ്രചോദനം നൽകുന്നതായ പല കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയ്ക്കായി പ്രേരിപ്പിക്കാവുന്ന പല കാര്യങ്ങളും സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായി കാണുന്നു. പല വ്യക്തികളുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി അനുഭവിച്ചിരുന്നതായ പ്രയാസങ്ങളാണ് എങ്കിലും അത് മറികടക്കുവാനുള്ള സാഹചര്യമുണ്ട്. എന്നാൽ ചില വ്യക്തികൾക്ക് നിങ്ങളോട് വളരെയധികം വിരോധമുണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു വിരോധം നിങ്ങളോടുണ്ട്. അത് നിങ്ങളെ വളരെയധികം വിഷമിപ്പിക്കുന്നതായ സാഹചര്യങ്ങളുണ്ട് എന്നതാണ് വാസ്തവം. ഇപ്പോഴും ആ വിരോധം അവർ കൊണ്ടു നടക്കുന്നു എന്ന് തന്നെ കാണുവാനായി സാധിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു സമയത്തിലൂടെയാണ് അല്ലെങ്കിൽ അത്തരമൊരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. പുറമേ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ നല്ല നിലയ്ക്കാണ് നിങ്ങൾ ജീവിക്കുന്നത് എന്നൊരു തോന്നൽ പലർക്കും ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നതാണ്. പലരും അത്തരത്തിലാണ് ചിന്തിക്കുന്നത് പോലും. ധാരാളം ശത്രുക്കൾ നിങ്ങൾക്കുണ്ട് എന്നതും വാസ്തവമാണ്. എന്നാൽ അസൂയ മൂലം പലർക്കും നിങ്ങളോട് ശത്രുത ഉണ്ടാകുന്നുമുണ്ട്. എന്തുകൊണ്ട് നിങ്ങളോട് ശത്രുത എന്ന് ചോദിച്ചാൽ കൃത്യമായ ഉത്തരമില്ല. അത് നിങ്ങളുടെ ഉയർച്ചയ്ക്ക് തന്നെ വന്നു ചേരുന്ന, ഉയർച്ചയുമായി ബന്ധപ്പെട്ട് വന്നു ചേരുന്ന ശത്രുതയാണ്. പല കാര്യങ്ങളും സാഹചര്യങ്ങളും അനുകൂലമായിട്ടും പ്രവർത്തിക്കാൻ സാധിക്കാത്തത് ശത്രുക്കളുമായി ബന്ധപ്പെട്ട തടസ്സങ്ങളാലോ ശത്രുദോഷത്താലാണ് എന്ന് തന്നെ പരാമർശിക്കാം. പല കാര്യങ്ങളിലും പ്രത്യക്ഷത്തിൽ ശത്രുദോഷം അല്ലെങ്കിൽ ശത്രുക്കളുമായി ബന്ധപ്പെട്ട ഉപദ്രവം ഉള്ളപ്പോൾ മറഞ്ഞിരുന്നും ചില ശത്രുക്കൾ ഉപദ്രവിക്കുന്നതായ സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. കാരണം അത്രമേൽ കഠിനാധ്വാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും കഠിനാധ്വാനത്തിലൂടെ കാര്യങ്ങൾ, നേട്ടങ്ങൾ സ്വന്തമാക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. എന്നാൽ പലപ്പോഴും നിങ്ങൾക്ക് അത് നേടുവാൻ സാധിക്കാത്തതായ അവസ്ഥയുണ്ട്. കുടുംബത്തിന് അത്രമേൽ പ്രാധാന്യം നൽകുകയും കുടുംബത്തിന് വേണ്ടി പ്രയത്നിക്കുകയും കുടുംബത്തിന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. എന്നാൽ പലപ്പോഴും കുടുംബത്തിലുള്ള വ്യക്തികൾ പോലും നിങ്ങളെ തിരിച്ചറിയാത്തതോ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള വ്യക്തികളുമായി ബന്ധപ്പെട്ട് വിഷമതകളോ ജീവിതത്തിൽ അനുഭവിക്കുന്നവർ കൂടിയാകാം നിങ്ങൾ. അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളോ വാക്കുകളോ അവർ പ്രയോഗിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തികൾ നിങ്ങൾക്ക് വിഷമകരമാകുന്നു എന്ന സാഹചര്യമാണ് ഉള്ളത്. യാഥാർത്ഥ്യം അതാണ് എങ്കിലും പലരിൽ നിന്നും നിങ്ങൾ അത് മറച്ചു വയ്ക്കുന്നതായ സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും വിഷമിപ്പിക്കുവാനുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ ഇല്ല എങ്കിലും മനഃപൂർവ്വം ഉണ്ടാക്കുന്നത് പോലെ ഒരു അനുഭവവും നിങ്ങൾക്കുണ്ട്. ധനപരമായ പ്രയാസങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന നിങ്ങൾക്ക് അല്ലെങ്കിൽ കടബാധ്യതകളുമായി ബന്ധപ്പെട്ട് അത് മുൻപുണ്ടായിരിക്കുന്നതായ കടബാധ്യതകളാണ്, അത് പരിഹരിക്കപ്പെടണം എന്ന് നിങ്ങൾ അത്രമേൽ ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ അത്തരമൊരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ട് എങ്കിൽ തീർച്ചയായും അതിന് സാധിക്കാവുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ വന്ന് ചേരും എന്നുള്ളതാണ്. സാധ്യതകൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങളിലേക്ക് വന്നു ചേരാം. നിങ്ങളുടെ പ്രവൃത്തികൾ നിങ്ങൾക്ക് ഗുണകരമായി തീരാവുന്ന ഒരു സാഹചര്യങ്ങളുണ്ട്. പ്രവൃത്തികൾ ഗുണകരമായി തീരാം. കലാപരമായി പോലും നിങ്ങൾക്ക് വളരെയധികം ഉയർച്ച നേടുവാനും എന്താണോ നിങ്ങളുടെ കഴിവുകൾ അത് നിങ്ങൾക്ക് കൃത്യമായി പ്രകാശിപ്പിക്കുവാൻ സാധിക്കുന്ന സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയും ചെയ്യാം. ചില കാര്യങ്ങളിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് മറ്റുള്ളവരുടെ പിന്തുണയാകാം, അല്ലെങ്കിൽ ചില സഹായങ്ങൾ പോലുമാകാം. എന്നാൽ അത് നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട്.
അപ്രതീക്ഷിതമായി പോലും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതകൾ പോലും അത് മത്സരങ്ങളുമായി ബന്ധപ്പെട്ടാകാം. അത്തരം ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിജയത്തിലേക്ക് നയിക്കുവാനുള്ള അവസരങ്ങൾ ഒരുങ്ങുന്നു എന്നതും വാസ്തവമാണ്. സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. ഈ സമയം നിങ്ങളുടെ സന്തോഷത്തിന് കാരണമാകാവുന്ന പല കാര്യങ്ങളും സംഭവിക്കാവുന്നതാണ്. നിങ്ങൾ പലപ്പോഴും പല വ്യക്തികളാലും ചതികൾ നേരിട്ടിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്ക് മാത്രം നിങ്ങളെ ചൂഷണം ചെയ്യുന്ന സാഹചര്യം ജീവിതത്തിലുണ്ട് എങ്കിൽ അതിലൊരു മാറ്റം ആഗ്രഹിക്കുകയും അത് സാധ്യമാവുകയും ചെയ്യാം. എന്നാൽ ഈ സമയം നിങ്ങൾക്ക് ഇത്തരം വ്യക്തികളെ തിരിച്ചറിയുവാൻ സാധിക്കുന്നു എന്നതും പ്രത്യേകതയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. എന്നാൽ ഇപ്പോൾ മനസ്സിലാക്കേണ്ടതായ കാര്യങ്ങളിൽ ഒന്ന്, നിങ്ങൾ തീർച്ചയായും ചില കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുവാനും മറ്റുള്ളവരോട് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും കൃത്യമായ നിലപാടുകൾ പുലർത്തുവാനും നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. തീർച്ചയായും ചില കാര്യങ്ങളിൽ കൃത്യമായ അല്ലെങ്കിൽ വളരെ ശക്തമായ തീരുമാനങ്ങൾ പോലും എടുക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. ആ തീരുമാനങ്ങൾ പിന്നീട് ഗുണകരമായി ഭവിക്കുകയും ചെയ്യാം. പല വ്യക്തികളോടും എടുക്കേണ്ട കൃത്യമായ ശക്തമായ നിലപാടുകൾ തന്നെയായിരിക്കും നിങ്ങൾ എടുക്കുക. അത്തരത്തിൽ മുന്നോട്ട് പോകുവാനും ഈ സമയം സാധിക്കും. പല അവസരങ്ങളിലും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾ പ്രകടിപ്പിക്കുവാൻ ശ്രമിച്ചിട്ടുള്ളതായ ആ എതിർപ്പുകൾ അത് കൃത്യമായി ഫലം കണ്ടിട്ടില്ല എങ്കിൽ ഇനി അത് ഫലം കാണുന്ന സാഹചര്യത്തിലേക്ക് പ്രവേശിക്കും. തീർച്ചയായും ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭാഗ്യം കൊണ്ടുവരിക തന്നെ ചെയ്യും. രണ്ടാമത്തെ പക്ഷിയെ, രണ്ടാമത്തെ തത്തയെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. ജീവിതത്തിൽ പലപ്പോഴും പല കാര്യങ്ങളും മനസ്സിലാക്കുവാൻ സാധിക്കാത്തതായ സാഹചര്യമുണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേരേണ്ടതായ ഭാഗ്യാനുഭവങ്ങൾക്ക് പോലും തടസ്സങ്ങൾ നേരിടുന്ന ഒരു സാഹചര്യമുണ്ട്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് പല വ്യക്തികളെയും ഒപ്പം സൗഹൃദം പുലർത്തേണ്ടതായ സാഹചര്യമുണ്ട്. എന്നാൽ ഇതിൽ പലരും നിങ്ങൾക്ക് എതിരായി നിൽക്കുന്നവരാകാം. ചില വ്യക്തികൾ നിങ്ങൾക്കൊപ്പമുള്ളവർ അവർ നിങ്ങൾക്ക് എതിരെ പ്രവർത്തിക്കുന്നവരാകാം, നിങ്ങളുടെ നാശം കാണുവാൻ ആഗ്രഹിക്കുന്നവരാകാം. എന്നാൽ അത് മനസ്സിലാക്കുവാൻ സാധിക്കാതെ വീണ്ടും അവരുമായി ഒരു സൗഹൃദം, ഒരു സുഹൃത്ബന്ധം നിലനിർത്തേണ്ടതായ സാഹചര്യങ്ങൾ പോലുമുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ ഒരു മാറ്റം നിങ്ങൾക്ക് അനുഭവഭേദ്യമാകാം. അതായത് ഇത്തരം കാര്യങ്ങളിൽ ഒരു തിരിച്ചറിവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. കാര്യങ്ങളെല്ലാം ഒത്തുവരുന്ന സാഹചര്യം, പല കാര്യങ്ങളും നിങ്ങളിലേക്ക് അനുകൂലമാകുന്ന ഒരു സാഹചര്യം രൂപപ്പെടാവുന്നതുമാണ്. നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയെ ഈ സമയം ആരാധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഈ സമയം തീർച്ചയായും ജീവിതത്തിൽ വളരെയധികം പ്രയാസങ്ങൾ അനുഭവിച്ച് തന്നെയാണ് നിങ്ങൾ മുന്നോട്ട് വന്നിരിക്കുന്നത് എന്ന് കാണുന്നു. പല കാര്യങ്ങളിലും ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ പല പ്രയാസങ്ങളും നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ അത് മറികടക്കുവാനോ തരണം ചെയ്യുവാനോ സാധിച്ചു എന്ന് വരാം. പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സമയമെടുക്കുന്ന സാഹചര്യങ്ങൾ പോലും ജീവിതത്തിൽ രൂപപ്പെടുകയും ചെയ്യാം. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. വളരെയധികം പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുള്ളതായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ നിങ്ങൾക്കുണ്ട്. അതിൽ തീർച്ചയായും ഒരു മാറ്റം സംഭവിക്കാവുന്ന സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാവുന്നതാണ്. പല പരിഹാരങ്ങളും ജീവിതത്തിൽ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. പല പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ അവസാനിക്കുന്നതായ സാഹചര്യങ്ങളുണ്ട്. വളരെ വിഷമത്തിലായിരിക്കുന്നതായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് മാറ്റങ്ങളായി തന്നെ വന്നു ചേരാം. തീർച്ചയായും ഈ സമയം നിങ്ങൾക്ക് പല കാര്യങ്ങളിലും മാറ്റങ്ങൾ സംഭവിക്കാവുന്നതാണ്. ജീവിതത്തിൽ നിങ്ങൾക്ക്
പ്രധാനമായും ഇനിയുള്ള ദിവസങ്ങളിൽ അല്പം കാത്തിരിക്കുകയാണ് എങ്കിൽ സന്തോഷകരമായ ചില കാര്യങ്ങൾ, മനസ്സിന് സന്തോഷം പകരുന്നതായ ചില കാര്യങ്ങൾ, നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുവാനുള്ള അവസരം തന്നെയാണ് ഉള്ളത്. നിങ്ങൾക്ക് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും പലരും അനുകൂലമായ ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രശംസ നിങ്ങൾക്ക് നൽകുകയോ പിന്തുണ നൽകുകയോ ചെയ്യുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടാവുന്നതാണ്. പല വ്യക്തികളുമായി ബന്ധപ്പെട്ടും അത്തരം കാര്യങ്ങൾ വന്നു ചേരാം. അംഗീകാരങ്ങൾ നിങ്ങൾക്ക് സാധ്യമാകാം. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ വ്യക്തമായി തന്നെ കാണുവാൻ സാധിക്കുന്നത് ഈ സമയം അനുകൂലമാകുവാൻ പോകുന്നതായ പല കാര്യങ്ങളും അത് നിങ്ങളുടെ ജീവിതത്തിൽ മുൻപ് തടസ്സപ്പെട്ട് നിന്നിരുന്നതായ കാര്യങ്ങളാകാം. പലരോടും അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ അത്തരം ചില തർക്കങ്ങൾ ഉള്ളത് നിങ്ങളുടെ ജീവിതത്തെ പലപ്പോഴും വിഷമകരമായ കാര്യങ്ങളിൽ എത്തിച്ചിട്ടുണ്ട്. അതൊരു വാസ്തവമാണ്. പലരെയും അനുകൂലിച്ച് സംസാരിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലുമുണ്ട്. എന്നാൽ പലപ്പോഴും പല ശത്രുക്കളെയും നിങ്ങളുടെ സംസാരത്താലോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തിയാലോ നിങ്ങൾക്ക് ഉണ്ടാകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അത് നിങ്ങളുടെ കൃത്യമായ പ്രവർത്തനങ്ങളാൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പലർക്കും നിങ്ങൾ കൃത്യമായി പ്രവർത്തിക്കുന്നതോ അവർക്കെതിരെ പ്രവർത്തിക്കുന്നതോ താല്പര്യപ്പെടുന്നില്ല. അതിനാൽ തന്നെ ചില ശത്രുക്കൾ നിങ്ങൾക്കുണ്ട്. അതേപോലെ തന്നെ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ചില നല്ല തീരുമാനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. നിങ്ങൾക്ക് വളരെ വിശേഷപ്പെട്ടതായ ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധിക്കും. അനുകൂലമായ സാഹചര്യങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമായിരിക്കും രൂപപ്പെടുക. കൂടാതെ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടും അനുകൂല കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് പല കാര്യങ്ങളും പ്രവർത്തിച്ചു കൊടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. അവരുടെ ആഗ്രഹപ്രകാരം ചില കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്ന് ചേരാവുന്നതുമാണ്. ചില വ്യക്തികളോട് നിങ്ങൾക്ക് എതിർപ്പ് ഉണ്ടായിട്ടുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. ആ അവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നതായ സാഹചര്യമുണ്ട് എന്നതും വാസ്തവം തന്നെയാണ്. അതിപ്പോഴും കാണുവാനായി സാധിക്കുന്നു. ചില കാര്യങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ അനിവാര്യമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ചില കാര്യങ്ങളിൽ അല്പം കോപം അല്ലെങ്കിൽ അല്പം ദേഷ്യം നിങ്ങൾക്ക് വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ പോലുമുണ്ട്. പല കാര്യങ്ങളും നിങ്ങൾക്ക് അപ്രകാരം ദേഷ്യത്തോടെ മുന്നോട്ട് പോകുന്നതിനാൽ ചില തിരിച്ചടികൾ സംഭവിക്കുന്നുണ്ട് എന്നത് വാസ്തവമാണ്. അത് ഒഴിവാക്കുവാൻ സാധിക്കുകയും നിങ്ങളുടെ സ്വഭാവ പ്രകൃതം തന്നെ മാറ്റുന്നതായ സാഹചര്യങ്ങൾ രൂപപ്പെടുകയോ ചെയ്യാം എന്നുള്ളതാണ് വാസ്തവം. അത് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ ഗുണകരമായ മാറ്റങ്ങൾക്ക് കാരണമായി തീരും. എന്താണോ അനിവാര്യമായത് അത് പ്രവർത്തിക്കാനുള്ള സാഹചര്യം നിങ്ങൾക്ക് വന്നു ചേരും എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും അതേപോലെ തന്നെ നിങ്ങൾക്ക് ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അത് ഗുണകരമാക്കി തീർക്കുവാൻ സാധിച്ചു എന്ന് വരാം. ഗുണങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. പല കാര്യങ്ങളും ജീവിതത്തിൽ ശുഭകരമായി ഭവിക്കുകയും മുന്നോട്ടുള്ള പ്രയാണത്തിൽ നിങ്ങൾക്കത് ശുഭകരമായി തീരുകയും ചെയ്യാം. അനുകൂലമായ സാധ്യതകൾ തന്നെയാണ് മുൻപിലുള്ളത്. അതിനാൽ കൃത്യമായി ഒരു കാര്യം കൂടി നിങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും നിങ്ങളുടെ പ്രവൃത്തികൾ അത് നിങ്ങൾക്ക് ഗുണഫലങ്ങളായി നൽകുവാനുള്ള സാധ്യതകളുണ്ട്. ചില കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതാണ് എന്ന ബോധ്യവും നിങ്ങളിലേക്ക് വന്നു ചേരാം. അത് തീർച്ചയായും നിങ്ങൾക്ക് ഒഴിവാക്കി തന്നെ എന്താണോ അനുകൂലമാകുന്നത് അത് നിങ്ങൾക്ക് നേടിയെടുത്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഈ സമയം ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭാഗ്യത്തെ ആകർഷിക്കുന്നു എന്ന് തന്നെ പരാമർശിക്കാം. ശ്രദ്ധയോടെ തന്നെ നീങ്ങണം.